പ്രൈസ് ലോർഡ്. ഗോഡിസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 43ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വനസൂഷിക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളത് സിസ്റ്റർ അഞ്ജു വിൻസെന്റ് ആണ്. പ്രിയ ദേവദാസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടിൽ മൂവാറ്റുപുഴയാണ് പ്രിയ ദേവദാസിയുടെ സ്വദേശം. ഇപ്പോൾ ഓസ്ട്രേലിയ സിഡ്നി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ദേവദാസിയുടെ ദൈവസഭയുടെ പേര് എൽഷേദായി ജീസസ് ഈസ് അലൈവ് എന്നാണ്. പ്രിയ ദേവദാസി പാസ്റ്റർ വിൻസെന്റ് എന്നറിയപ്പെടുന്ന പ്രിയ ദേവദാസിന്റെ വൈഫാണ്. ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡിസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ വനശുശ്രൂഷ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഓൺലൈനിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിയെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ പറ്റി സിജി സിസ്റ്റർ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചോളെങ്കിലും സിജി സിസ്റ്റർ എന്നെ പറ്റി എല്ലാം പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ കുടുംബമായിട്ട് ഓസ്ട്രേലിയയിൽ സിഡ്നിയിലായിരിക്കുന്നു. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾക്ക് 2 മക്കളാണ്, 2 ആൺകുഞ്ഞുങ്ങള്. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ ജോലിയോടും തിരക്കിന്റെ ഇടയ്ക്കും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രിയ മീനു സിസ്റ്ററിന്റെ ബ്രദറ്, മനു ബ്രദറ്, വൈഫ്, കുടുംബം, അത് മാത്രമല്ല അച്ഛനും, പ്രിയ പുതുപ്പള്ളി അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്തുവാൻ, ഈ ദേശത്ത് ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവം അവസരം തന്നു. പിന്നെ പ്രിയ സുജി സിസ്റ്ററിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു കൂട്ടായ്മയെ പറ്റി ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. പ്രിയ സുജി സിസ്റ്ററും ഡെന്നി ബ്രദറും കർത്താവ് കൊടുത്ത ദർശനത്തിന്റെ പ്രകാരം അവര് ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. അവർ പല ദേശത്താ. സുജി സിസ്റ്റർ സൗദിയിലും ഹസ്ബൻഡ് നാട്ടിലുമായിരിക്കുമ്പോഴും അവർ ഒരുമിച്ച് പ്രിയ മാതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ആരംഭത്തിൽ തന്നെ നിങ്ങളോടൊന്ന് പറയുവാനുള്ളത്, ഈ ആരംഭത്തെ കുറിച്ചവൻ ഇതിന്റെ അവസാനത്തോളം കാത്തുകൊള്ളും. നിങ്ങളിൽ ഒരു ദർശനം തന്ന ദൈവം അത് പൂർത്തീകരിക്കുവാൻ ശക്തനാണ്. അത് കർത്താവ് തന്ന വിഷൻ അനുസരിച്ച് ഈ ആലോചന പ്രകാരം ചെയ്തതൊന്നും നശിച്ചു പോയിട്ടില്ല. അതിന് നിങ്ങൾ കാത്തിരിക്കുക. തക്ക സമയത്ത് ദൈവം നിങ്ങൾ ഉയർത്തും. ഈ നാളുകളിൽ അനേകരും സമയമില്ലാതെ ഓടുമ്പോഴും പലതിൻ്റെയും പിന്നാലെ ഓടുമ്പോഴും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത ദർശനത്തിൽ അവർ ദൈവത്തോട് വിശ്വസ്തരായി നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, ഇതിന്റെ പിന്നിലുള്ളവർക്കെല്ലാം കർത്താവ് പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിക്കാൻ, ദൈവവചനം നമുക്ക് പഠിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ മെസ്സേജ് ആയിട്ട് നിങ്ങൾ കാണണ്ട. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് ഇതൊരു വിടുതലാക്കി തീർക്കട്ടെ. ഇന്ന് തുടങ്ങി നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം വരുവാൻ കർത്താവ് അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഇന്നത്തെ കീ വേർഡായിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം എടുത്ത് തുറക്കണം. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ആധാരം. അതുപോലെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൺ ചെയ്യണം. നമ്മൾ ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കുമ്പോൾ എന്താ പറയുക, നമ്മളൊരു പ്രൈം മിനിസ്റ്ററിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ അടുത്ത്, ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്ത് പോയാൽ പോലും നമ്മൾ എത്ര ബഹുമാനത്തോടെ ആയിരിക്കും ഇരിക്കുന്നതും അത് കേൾക്കുന്നതും. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് കൊടുക്കേണ്ട മഹത്വവും ബഹുമാനവും കൊടുത്തുകൊണ്ട് വേണം എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ പണമോ ഒന്നും അതിനൊരു തടസ്സമാകരുത്. നമ്മൾ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിലാണെന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ ഇരിക്കുവാൻ. നമുക്ക് വചനത്തിന് ആധാരമായിട്ട് സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം വായിക്കാം. ഞാൻ തന്നെ വായിക്കാം, നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി. സദൃശ്യവാക്യങ്ങൾ 18-21 നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ളതാണ്, എന്നാലും നമുക്ക് വായിക്കാം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാ, വായിച്ചിട്ടുള്ളതാ. നമ്മുടെ നാവിന്മേലാണ് ജീവനും മരണവും ഇരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലിന്റെ നാവിന്മേലുള്ള അധികാരത്തെ പറ്റി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതലിന്റെ മേൽ തന്നിരിക്കുന്ന നാവിന്റെ അധികാരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നുവെന്ന് വചനത്തിലൂടെ ഞാൻ കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനാധാരമായിട്ട് നമുക്ക് വേറൊന്ന് വായിക്കാം. ജെയിംസ്, ഇടയ്ക്ക് എനിക്ക് ചിലപ്പോൾ ഇവിടെയൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ
ഇടയ്ക്ക് കയറി വരുമ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ മനസ്സിലാക്കും, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. ബുക്ക് ഓഫ് ജെയിംസിന്റെ പുസ്തകം 3-ാമത്തെ ചാപ്റ്റർ 2 തുടങ്ങി 14 വരെ. ജെയിംസ് 3:2 തുടങ്ങി 2-14. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. 3, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. 4-ാമത്തെ വാക്യം, കപ്പലും എത്ര വലുതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാ മനുഷ്യജാതിയോട് മെരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കും മെരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. 9-ാമത്തെ വാക്യം, അതിനാൽ നാം കർത്താവും പിതാവുമായതിനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷവും ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല. ഇതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ജെയിംസ്, കർത്താവിന്റെ സ്വന്തം സഹോദരനായ ജെയിംസ് യാക്കോബ് പറയുകയാണ്, ഒരു നാവ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചെറിയൊരു സാധനമാണ് നാവല്ലേ. ഒരു നാവിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പല ഉദാഹരണത്തിലൂടെ കാണിച്ചു തരിക. ഒരു ചെറിയ തീ മതി ഒരു കാട്ടുതീ ഉണ്ടാകാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഓസ്ട്രേലിയയില് കാട്ടുതീക്ക് ഭയങ്കര ഫേമസ് ആണ് ഞങ്ങള്. ഇപ്പം ആ ഒരു പീരീഡ് കഴിഞ്ഞു. ഡിസംബർ, ജനുവരി വരെ എപ്പോഴും ഭയങ്കര എന്താ പറയാ തയ്യാറെടുപ്പ് നടത്തും ഈ രാജ്യം. ഒരു നവംബർ ആകുമ്പോൾ തുടങ്ങി കാട്ടുതീ വരാതിരിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും എടുക്കും. കാരണം ചെറിയൊരു തീയ്, ഈ കുഞ്ഞു പിള്ളേർ ചെറിയൊരു പൊട്ടാസ് പൊട്ടിച്ചിട്ടാൽ മതി, വലിയ ഏക്കർ കണക്കിന് ഇവിടെ നശിക്കും. അതിന് ലക്ഷങ്ങൾ ഡോളറുകൾ മുടക്കിയായിരിക്കും ഒരു കാട്ടുതീ അണയ്ക്കാൻ പറ്റുന്നത്. കർത്താവിന്റെ സഹോദരനായ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുക, ഒരു ചെറിയ തീ ഒരു കാട് കത്തിക്കുന്നു. അതുപോലെ ശക്തമാണ് നമ്മുടെ വായിൽ കിടക്കുന്ന ഈ ചെറിയ നാക്ക് കൊണ്ട് എത്ര വലിയ കാടും കത്തിക്കാൻ പറ്റും. ഈ കാട് കത്തിക്കാമെന്ന് ഇതിനകത്ത് പറയുന്നത് ലിറ്ററലി നമ്മുടെ കാട് കത്തിക്കുന്ന കാര്യമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തെ കത്തിക്കാൻ പറ്റും. നമ്മുടെ ഈ നാവ് കൊണ്ട് നമുക്കൊരു മനുഷ്യനെ പണിയാനും പറ്റും. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യനെ തകർക്കാനും പറ്റും. നമ്മൾ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടിക്കുന്ന ആളെ നല്ല വിഷമുള്ള പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ കടിയേക്കുന്ന ആളെ മരിച്ചു പോകുന്നത്. നാവ് വലിയ വിഷമാണ് ഇതിനകത്ത് പറഞ്ഞു. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇത് വായിച്ചു നോക്കണം. ഈ പാമ്പ് കടിച്ചാൽ കടിയേക്കുന്ന ആള് മരിച്ചു പോകുമെങ്കിൽ ഈ നാവിൽ നിന്ന് വരുന്ന വിഷത്തിൽ നിന്ന് നമുക്ക്, ഇപ്പൊ നമ്മളൊരാളെ പറ്റി കുറ്റം പറയുകയോ ഒരാളെ പറ്റി വേണ്ടാധീനം പറയുകയോ അല്ലെങ്കിൽ ശപിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ മൂന്നാമതൊരു വ്യക്തിയാണ് മരണപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ അയാളുടെ ജീവിതമാണ് തകർന്നു പോകുന്നത്. അപ്പൊ ഒരു നാവിന് ഇത്രയ്ക്ക് പവർ ഉണ്ടെന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ച് ദൈവമക്കളായ യേശുവിനെ അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള നമ്മള് എത്രമാത്രം സൂക്ഷിച്ച് നമ്മുടെ നാവുകളെ ഉപയോഗിച്ചാല. ഈ വചനത്തിൽ നിങ്ങൾ ആദ്യോട് അന്ത്യം വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നാവിന്റെ പവറിനെ പറ്റി, നമ്മുടെ നാവിന്റെ പവറിനെ പറ്റി ആദ്യം തുടങ്ങി പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം വിശ്വസിക്കുന്നു, നമ്മളെല്ലാം കർത്താവിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ഇമേജസിൽ ഉണ്ടാക്കിയവരാ. യേശുവിന്റെ സ്വർഗത്തിലെ പിതാവിന്റെ ഭൂമിയിലെ അംബാസിഡേഴ്സാണ് നമ്മള്, വക്താക്കളാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ
ഭൂമിയെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ സ്വന്തം മക്കളാ നമ്മള്. ആ ദൈവത്തിന്റെ നാവ നമുക്ക് ദൈവം തന്നിരിക്കുന്നേ. ഈ നാവ് കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. വചനത്തിന് ഒത്തിരി തെളിവുകളുണ്ട് അതിനകത്ത്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഒത്തിരി തെളിവുകളുണ്ട്. നമ്മുടെ നാവിന് എന്തുമാത്രം കഴിവുണ്ടെന്ന്, ജീവിപ്പിക്കാനും ഒരു മനുഷ്യനെ തകർക്കാനും പണിയുവാനും പറ്റുന്നതാണ്. മറ്റൊരാളെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ, നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം ഈ നാവ് കൊണ്ട് നമുക്ക് പണിയുവാനും ഈ നാവ് കൊണ്ട് നമുക്ക് നശിപ്പിക്കുവാനും പറ്റും. അപ്പം നമ്മൾ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനത്തിൽ പറയുന്നു, ഒരേ വായിൽ നിന്ന് സ്തോത്രവും ഒരേ വായിൽ നിന്ന് ശാപവും പുറപ്പെടാവോ. നമ്മൾ പലപ്പോഴും ഇന്ന് ആത്മീയ ഗോളത്തിൽ കാണുന്ന ഒരു, എന്താ പറയാ, വളരെ വിഷമം വരുന്ന ഒരു കാര്യമാ. ഞങ്ങളിവിടെ ഇംഗ്ലീഷിൽ പറയും സൺഡേ കമ്മിങ് മൺഡേ ഗോയിങ്. അതായത് ഒരു ക്രിസ്ത്യാനി ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുത്ത് ജീവിക്കുന്ന എന്ന് പറയുന്ന പലരും സൺഡേ ഗോയിങ് സൺഡേ കമ്മിങ് മൺഡേ ഗോയിങ്, അതായത് സൺഡേ ക്രിസ്ത്യാനികൾ മാത്രമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞായറാഴ്ച പള്ളി വരുമ്പോൾ ഭയങ്കര പാട്ടാ, ഭയങ്കര ആരാധനയാ, ഭയങ്കര അന്യഭാഷയാ. പക്ഷെ ചർച്ചിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന, ഞാൻ എന്നെയും കൂടി കൂട്ടിയാട്ടോ പറയുന്നത്, ഞാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതിനകത്ത് കൂടിയിരിക്കുന്നവരുടെ അല്ലെങ്കിൽ നാളെ ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണം, ഒരു വ്യത്യാസം വരണം. അതിനു വേണ്ടിയിട്ട് ദൈവവചനത്തിൽ ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് പലപ്പോഴും പറ്റുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറമെ മാത്രം ഒരു മുറിവിനെ ബാൻഡേജ് കെട്ടി വിടുക ചെയ്യുന്നത്. അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തുള്ള മുറിവ് നമ്മൾ ഉണക്കാതെ, മരുന്ന് വെക്കാതെ ബാൻഡേജ് ചുറ്റിക്കഴിഞ്ഞാൽ നാളെ ആ മുറിവ് വീണ്ടും പൊട്ടും. നാളെ ആ മുറിവിന് വേണ്ടി നമ്മൾ വീണ്ടും ട്രീറ്റ്മെന്റ് എടുക്കണം. പക്ഷെ ദൈവവചനപ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ, നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന അനുഗ്രഹത്തെ പറ്റിയ ബൈബിളിൽ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞായറാഴ്ച സ്തോത്രം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ ചിലര് ചർച്ചിന്റെ കോമ്പൗണ്ട് പോലും വിടുന്നതിന് മുമ്പ് നമ്മൾ എന്താ സംസാരിക്കുന്നത്? നമ്മുടെ സഹോദരന്റെ, നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിച്ച, അല്ലെങ്കിൽ നമ്മൾ വചനത്താൽ നടത്തുന്ന ദൈവദാസനെ, കുടുംബത്തെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ എന്തോ പറയുന്നേ? മൺഡേ ഗോയിങ് ആണോ? നമ്മൾ മൺഡേ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിൽക്കുന്നുണ്ടോ? ഈ സ്തോത്രത്തിൽ നിൽക്കുന്നുണ്ടോ? ദൈവവചനത്തിൽ പറയുന്നത് നമ്മുടെ വാക്കുകൾ അന്യോന്യം കൃപ പെരുകുന്നതാകട്ടെ എന്ന, മറ്റുള്ളവരെ പണിയുന്നതാകട്ടെ എന്ന ദൈവവചനത്തിൽ പറയുന്നത്. സ്തോത്രം കവിഞ്ഞു വരണമെന്നാ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പ്രൈസ് ലോർഡ് സ്തോത്രം അത് നല്ലതാ, അത് മാത്രമായിരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ സ്തോത്രം കവിഞ്ഞു വരുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എന്ത് നിറഞ്ഞിരിക്കുന്നോ അത് പുറത്തോട്ട് വരും. നമ്മൾ ഒരു മനുഷ്യന്, ഒരു തകർന്ന വ്യക്തിയെ കാണുമ്പോഴും, ഞങ്ങളിവിടെ ഒത്തിരി സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ പാസ്റ്റർ ടിനു ജോർജിന്റെ ആ ഒരു സ്പിരിച്വൽ കവറിങ്ങിൽ നിന്ന് വേല ചെയ്യുന്നവരാ. ഇവിടെ നിങ്ങൾ ഓർക്കും ഓസ്ട്രേലിയ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര, ഒരിക്കലും അങ്ങനെ ചിന്തിക്കല്ലോ കേട്ടോ. ദൈവം ഇല്ലാത്ത നമ്മൾ ഏത് നാട്ടിൽ പോയാലും, യേശു ഇല്ലാതെ ജീവിച്ചോ അതൊരു നരകം തന്നെയാ. ഞങ്ങളിവിടെ ഒത്തിരി കാണുന്ന തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ഒരു ശുശ്രൂഷ ദൈവം ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുക, നമ്മൾ ഏത് നാട്ടിലായിരുന്നാലും യേശു ഉണ്ടെങ്കിൽ അത് സ്വർഗവും, യേശു ഇല്ലെങ്കിൽ അത് നരകവുമായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ആയിരിക്കും നമ്മുടെ എപ്പോഴും മുന്നോട്ടുള്ള ഏത് സമയം നമ്മൾ ചിന്തിക്കുന്ന, ഒരു വ്യക്തിയെ എനിക്ക് ഇങ്ങനെ പണിയാം. ഒരു തകർന്ന വ്യക്തിയെ നിങ്ങൾ കാണുമ്പോഴും, അയ്യോ സിസ്റ്ററിന് ഇങ്ങനെ വന്നല്ലോ, നിങ്ങൾ എന്തോ ചെയ്ത പാപത്തിൻ്റെയാ, അയ്യോ നിങ്ങൾ അല്ലെങ്കിൽ സ്നാനപ്പെടാത്തത് കൊണ്ടാ ഇങ്ങനെ വന്നേ, അങ്ങനത്തെ വാക്കൊന്നും നമ്മൾ പറയാൻ പോണ്ട. യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കാനാ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കാനാ പറയുന്നത്. നിങ്ങൾക്കിന്ന് ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കണോ? നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. ചുമ്മാ ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഹൃദയത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹിക്കണം. ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ പറയണം, കർത്താവ് നിന്നെ സൗഖ്യമാക്കും, അവന്റെ അടിപ്പിണരുകളാ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അവൻ വർദ്ധിപ്പിക്കും, രോഗങ്ങളുടെ നിങ്ങളുടെ നടുവിൽ നീക്കിക്കളയും. അങ്ങനെ അതുപോലെ മനുഷ്യനെ പണിയുന്ന വാക്കുകളായിരിക്കണം ഒരു ദൈവമക്കളുടെ വായിൽ നിന്ന് വരുന്നത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയാം,
വാക്കുകൾ കൊണ്ട് ഞങ്ങൾ അനേകം കുടുംബങ്ങളെ പണിതെടുത്തിട്ടുണ്ട്. ഇപ്പം മീനു സിസ്റ്ററൊക്കെ ഇതിനകത്തോണ്ടല്ലോ, അച്ഛനോടും അമ്മയോടൊക്കെ നിങ്ങൾ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷ കുടുംബങ്ങളെ പണിതെടുക്കും. എന്തുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്? നമ്മുടെ സംസാരം കൊണ്ടാ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള സംസാരത്തിന്റെ ബഹുമാനമില്ലാത്ത സംസാരം. അന്യോന്യം ഭർത്താവിനോട് ബഹുമാനമില്ല, ഭർത്താവിന് ഭാര്യയോട് ബഹുമാനമില്ല, വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയും, കുഞ്ഞുങ്ങൾക്ക് പാരൻസിനോട് ബഹുമാനമില്ല. അങ്ങനെ നാവുകൾ കൊണ്ടാണ് പല വീടുകളിലും പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ ഈ നാവ് കൊണ്ട് തന്നെ നമ്മൾ കുടുംബങ്ങളെ പണിതെടുക്കണം, കുഞ്ഞുങ്ങളെ പണിതെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ ശാപവാക്കുകൾ പറയില്ല. ഓ നീ പഠിക്കാത്തവനാ, മണ്ടനാ, പിടിക്കത്തില്ല, അങ്ങനത്തെ വാക്കുകൾ ഒന്നും പറയില്ല. ഏത് മണ്ടനായിട്ടുള്ള കൊച്ചിനെ നോക്കിയിട്ടും പറയണം, ഓ എൻ്റെ കുഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാ, എൻ്റെ കുഞ്ഞ് ദൈവത്താൽ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവനായതുകൊണ്ട് അവന്റെ സമാധാനം വലുതാ, എൻ്റെ കുഞ്ഞ് ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ തന്നെ പ്രവചിക്കുന്നവരാകണം. നിങ്ങൾ ശാപവാക്കുകളെ മാറ്റിയിട്ട് കുടുംബങ്ങളിൽ അനുഗ്രഹം പറയുന്നവരായിരിക്കണം. നിങ്ങളൊരു 10 ദിവസം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തേ, നിങ്ങൾ പോലും അറിയാതെ ജീവിതത്തിൽ വ്യത്യാസം വരികൾ കാണാം. നിങ്ങളുടെ സാമ്പത്തികത്തെ നോക്കി നിങ്ങൾ പ്രവചിക്കണം. സാമ്പത്തികത്തെ നോക്കി വചനമെടുത്ത് പ്രവചിക്കണം. എൻ്റെ ദൈവമോ തൻ്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം എൻ്റെ ബുദ്ധിമുട്ടുകൾ സകലത്തെയും തീർത്തു തരും. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ധനം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങളുടെ ആരോഗ്യത്തെ, ഓ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എല്ലാറ്റിലും യഹോവ വിടുവിക്കുന്നു, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകത്തില്ല എന്ന് പറയണം. ഇവിടെ 70 വയസ്സായ അമ്മച്ചി വീണാലും ഞങ്ങൾ പറയും, അമ്മച്ചി അസ്ഥി ഒന്നും ഒടിയത്തില്ലെന്ന്. ഒടിയത്തുമില്ല. മീനു സിസ്റ്ററിനോട് ചോദിച്ചറിയാം, അമ്മച്ചി കഴിഞ്ഞ മാസം കൊച്ചുമക്കൾ അവന്മാര് പിടിച്ചു വലിച്ചപ്പോ അമ്മച്ചി ഒന്ന് വീണുപോയി. അമ്മച്ചിയുടെ ഷോൾഡർ ഇടിച്ച അമ്മച്ചി വീണത്. അമ്മച്ചി ഞായറാഴ്ച പള്ളിയൊന്നും മുടക്കിയില്ല. അമ്മച്ചി അച്ഛനും കൂടി പള്ളിയിലോട്ട് വന്നു. വീണ അപ്പൊ തന്നെ 5 മിനിറ്റ് കൊണ്ട് അവർ ചർച്ചിൽ വന്നു, ആരാധന മുടക്കാതെ. വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകത്തില്ലെന്ന് അമ്മ വചനത്തിൽ പറഞ്ഞേക്കണം, അമ്മയുടെ അസ്ഥി ഒന്നും ഒടിയത്തില്ലെന്ന്. അമ്മോട് ചോദിച്ചു നോക്കാം, ഒരസ്ഥിയും ഒടിഞ്ഞില്ല, ഒന്നുമില്ല. അമ്മ ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ദൈവമക്കളുടെ വചനത്തിനെ സൃഷ്ടിപ്പിൻ്റെതാ. യേശു കർത്താവ് തന്ന സൃഷ്ടിക്കാനുള്ള ക്രിയേറ്റീവ് പവറാണ് നമ്മുടെ വായിക്കകത്ത് തന്നിരിക്കുന്നത്. പക്ഷെ ക്രിയേറ്റീവ് ചെയ്യാനുള്ള, നശിപ്പിക്കാനുള്ള പവറുമുണ്ട്. പക്ഷെ ദൈവമക്കൾ അത് യൂസ് ചെയ്യില്ല. പലരും എന്താ പറയുക, ലോകത്തില് നമ്മൾ ഈ വിച്ച് ക്രാഫ്റ്റും എന്താ പറയാ ആഭിചാരത്തെയും ഒക്കെ നമ്മൾ പേടിക്കും. പക്ഷെ നമ്മൾ അന്ന് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഈ മുട്ടയും കുഴിച്ചിടുന്നതിനൊന്നും ഒരു ശക്തിയുമില്ല. അവരതിനകത്ത് ഇത് യൂട്യൂബിൽ പോകും, സിസ്റ്റമിനെ കട്ട് ചെയ്തൊന്നും ഇട്ടു, എന്നാലും കുഴപ്പമില്ല. ഈ മുട്ടയ്ക്കകത്തും മണ്ണിന്റെ അടി കുഴിച്ചിടുന്നതിനകത്തൊന്നും അല്ല പവർ. അവരതിനെ ചൊല്ലിവിടുന്ന വചനം ഉണ്ടല്ലോ, അവര് ചൊല്ലിവിടുന്ന മന്ത്രം ഉണ്ടല്ലോ, അതായി ഫലിക്കുന്നത്. പക്ഷെ ദൈവമക്കൾക്ക് കർത്താവ് ഇതിനെ തന്നിട്ടുള്ളത് ജീവിപ്പിക്കാനുള്ള പവറിനെ നാവിനെ തന്നിട്ട് യേശു കർത്താവ് പോയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിനെയൊക്കെ ഓർത്ത്, അയ്യോ അവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നശിച്ചു പോയത്, അവരിങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ കുഞ്ഞ് പഠിക്കാത്തത് എന്നൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്, ആ വിഷയത്തില് ദൈവവചനത്തിൽ നിന്ന് കണക്ട് ചെയ്തൊരു വചനം എടുക്കുക. നിങ്ങൾ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ, എടുക്കുക. നിങ്ങൾ യെശയ്യാ 54 പറയുന്നുണ്ട്, എൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായതുകൊണ്ട് അവരുടെ സമാധാനം വലുതായിരിക്കും. ആ വചനത്തെ നിങ്ങളൊരു 10 ദിവസം നിങ്ങളുടെ കൊച്ചിന്റെ തലയെ കൈ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾക്ക് തന്നെ വ്യത്യാസം കാണാം. പ്രവാചകന്മാരെ അന്വേഷിച്ച് ആഫ്രിക്കയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രവാചകന്മാര് നല്ലതാ, കേൾക്കുന്നത് നല്ലതാ, പക്ഷെ അതിനെ തേടി നമ്മൾ പോവണ്ട. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ പ്രവാചകരാകണം. ഒരമ്മയും അപ്പനും ഒരു കുഞ്ഞിനെ പറ്റി പ്രവചിക്കുന്നതിന് അപ്പുറത്തെ പ്രവചനം ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ, ഓ എൻ്റെ ദൈവമോ തൻ്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുമെന്ന്. ഞങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഒരു ഞങ്ങൾ കുവൈറ്റിലായിരുന്നു 10-12 വർഷം. ആ സമയത്തൊക്കെ എന്ത് പറയാം, നമുക്കറിയാം ഗൾഫിലൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾ കൈകോർത്തിരുന്ന് പറയുന്ന ഒരു വചനം, എൻ്റെ ദൈവമോ തൻ്റെ ധനത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം തങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ
ഒക്കെയും തീർത്തു തരും. നമുക്ക് ധനം തരുന്നത് നമുക്ക് നന്നായി ജീവിക്കാൻ ദൈവം ധനം തരും. പക്ഷെ അതിന്മേൽ ആശ്രയിച്ചിരിക്കുവാനല്ല, അനേകർക്ക് കൊടുക്കുന്നവരായിട്ട്, അനേകം ആളുകളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്നവരായിട്ട്, ദൈവസഭകൾ പണിയുന്നവരൊക്കെ ആക്കി തരുവാൻ കർത്താവ് നമ്മുടെ കയ്യിൽ ധനം തരും. പ്രോസ്പെരിറ്റി ഒരു തെറ്റല്ല, പണം ഒരു തെറ്റല്ല. പക്ഷെ പണത്തിന്റെ പുറകെ പോകുന്നോ, പണത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് തെറ്റ്. പണം ദൈവം തരുന്നത് ഈ ദൈവരാജ്യം, കിങ്ഡം വർക്ക് ചെയ്യുവാനായിട്ട് പണത്തെ ദൈവം തരുന്നത്. ആരോഗ്യം ദൈവത്തിന്റെ അവകാശമാണ്. അപ്പം ഇന്ന് തുടങ്ങി, എനിക്കറിയാം നിങ്ങൾ അതെല്ലാം ചെയ്യുന്നവരാണെന്ന് അറിയാം, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവസന്നിധിയിൽ ഈ ഒരു കൂട്ടായ്മയോട്, നിങ്ങളുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയോട് കർത്താവ് തന്ന ഒരു വചനമാണ്. കാരണം ഇതിനെ ദൈവത്തിന് വളർത്തുവാൻ ആഗ്രഹമുണ്ട്. ഈ ഗോഡ്സ് ലവ് പ്രെയർ ലൈനെ വളർത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതൊരു ദേശത്ത് ഒതുങ്ങിയിരിക്കേണ്ട ഒന്നല്ല. കാരണം അന്ത്യകാലത്ത് ഇതുപോലെ തീഷ്ണതയുള്ള, കർത്താവിന് വേണ്ടി നിൽക്കുന്ന, സഭാ വ്യത്യാസം എന്ന ജനത്തെ പണിതെടുത്ത് കർത്താവിന്റെ വരവിനായി ഒരുക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് വേണ്ടത് നമ്മൾ ആരാണെന്നും, നമ്മുടെ നാവിന്മേൽ നമ്മുടെ വചനത്തിനുള്ള പവർ എന്താണെന്നും മനസ്സിലാക്കണം. ഇത് ഞാൻ എനിക്കൊരു 10 മിനിറ്റ്സും കൂടി എടുക്കാവോ സിസ്റ്റർ? ഓക്കെ. ഞാൻ വചനത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് 2 വചനം കാണിച്ചു തന്നിട്ട് നിർത്താം. എസെക്കിയേൽ പ്രവചനം 37-ാമത്തെ അധ്യായം നമുക്കെല്ലാം പരിചയമുള്ളതാണ്. എസെക്കിയേൽ അസ്ഥികളോട് പ്രവചിക്കുന്നത്. എൻ്റെ ജീവിതത്തില് ദൈവം എന്നെ പഠിപ്പിച്ച് പല കാര്യത്തിലും കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, എഹെസ്കേൽ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്, എഹെസ്കേൽ എന്ന പ്രവാചകനെ യഹോവയായ ദൈവം വലിയൊരു അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് പറയുന്ന 2 കാര്യങ്ങൾ എഹെസ്കേൽ അനുസരിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. എഹെസ്കേൽ 37 വായിക്കുന്നത്. പുറപ്പെടുവിച്ചു, താഴ്വരയിൽ നട നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. എഹെസ്കേൽ പ്രവാചകന് ദൈവം കുറേ അസ്ഥികളുടെ, അതായത് ഈ നമ്മുടെ സെമിത്തേരിയിൽ നമ്മൾ ശവടക്കിനൊക്കെ പിള്ളേർക്ക് കണ്ടറിയാം, വർഷങ്ങളായിട്ട് മരിച്ചു കിടക്കുന്ന കുഴി തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ അസ്ഥികൾ വിട്ട് കിടക്കൂലോ. എഹെസ്കേലിനെ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സെമിത്തേരിയാണ്, ഒരു 100 സെമിത്തേരി കൂടിയാ എത്രയോ അസ്ഥികൾ കൂടെ കിടക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പിതാവായ ദൈവം ചോദിക്കുക, എന്നിട്ട് ചുറ്റി നടക്കുമാറങ്ങി അസ്ഥികൾക്കിടയിലൂടെ. എന്നിട്ട് ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? 3-ാമത്തെ വാക്യം, അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു ഉത്തരം പറഞ്ഞു. കണ്ടോ, എഹെസ്കേലിന്റെ ഈ മറുപടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എഹെസ്കേലിനെ ഒരു അസ്ഥിത്താഴ്വരെ കൊണ്ട് നിർത്തിയിട്ട് യഹോവ ടെസ്റ്റ് ചെയ്യുക, ഈ അസ്ഥി ജീവിക്കുമെന്ന്. നമ്മുടെയും പലപ്പോഴും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണങ്ങിയ അവസ്ഥകളുണ്ട്, ഇല്ലേ? ഉണങ്ങിയ, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത അവസ്ഥ, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഉണങ്ങിയ അവസ്ഥകളിലൂടെ നമ്മൾ പലരും പല രീതിയിലൂടെ പോകുന്നവരുണ്ട്. പലപ്പോഴും പലരും ചോദിക്കും, ഇതിനി ശരിയാവോ? ഈ രോഗം ഇനി മാറുമോ? നിനക്ക് ഇനി ഒരു വീട് കിട്ടുമോ? നിന്റെ കുഞ്ഞ് നന്നാവോ? അല്ലെ എൻ്റെ കുഞ്ഞ്? ഇങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എഹെസ്കേലിന്റെ ആൻസറിൽ നിന്ന് നമ്മൊരു കാര്യം ചോദിക്കുന്ന, നമ്മളോട് തന്നെ ചോദിക്കുന്ന, നിന്റെ നേരെ കൈ ചൂണ്ടുന്ന ഒരു വ്യക്തിയോട് പറയാൻ നിനക്കൊരു ആൻസർ ഉണ്ടായിരിക്കണം, യഹോവയായ കർത്താവെ നീ അറിയുന്നു. കണ്ടോ, നമ്മുടെ ആൻസർ എപ്പോഴും ആയിരിക്കണം, ദൈവം അറിയുന്നു, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എൻ്റെ കർത്താവിനറിയാം എനിക്ക് നല്ലതേ വരത്തുള്ളൂ. നിങ്ങളുടെ വായിൽ നിന്ന് എപ്പോഴും ആ ഒരു ആൻസറേ വരാം. നാളെ നിങ്ങൾക്ക് 1,00,000 രൂപയുടെ കടമുണ്ടോ? എൻ്റെ കർത്താവിനറിയാം, കർത്താവ് അത് നടത്തും. അതായിരിക്കണം നിങ്ങളുടെ ആൻസർ കേട്ടോ. അടുത്തത് 4-ാമത്തെ വാക്യത്തിൽ ദൈവം എഹെസ്കേലിനോട് പറയുക, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്നറിയും. 7-ാമത്തെ വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് ചേർന്നു. 8, പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും
അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞും കണ്ടു, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അവിടെ നിൽക്കട്ടെ. അവിടെ യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറയുക, നീ പ്രവചിക്കുവാൻ. അതായത് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ നീ നിന്റെ വചനത്തെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നിന്റെ നാവിന്റെ അധികാരത്തെ നീ ഉപയോഗിക്കുക. ഉണങ്ങിയ അസ്ഥികളോട് പറയുക, ജീവൻ വെക്കുവാൻ. ഈ രാത്രി ഇവിടെ നേരം വെളുത്ത് നിങ്ങൾക്ക് അവിടെ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഉണങ്ങിയ അസ്ഥികളെ നോക്കിയിട്ട് നിങ്ങൾ ഈ രാത്രികാലം പ്രവചിക്കണം. ഉണങ്ങിയ അസ്ഥികളെ ജീവിക്കുവാൻ നിങ്ങൾ പ്രവചിക്കണം. നിങ്ങളുടെ നാവിന്മേലുള്ള അധികാരത്തെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിച്ചത്? യെഹെസ്കേൽ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോ കാണുന്ന അസ്ഥികൾക്ക് ജീവനില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇന്ന് ഇതാ, നമുക്ക് പലതുമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. പക്ഷെ എന്തോ ഒരു ശൂന്യത, എവിടെയോ ഒരു ഇല്ലായ്മ, എവിടെയോ ഒരു സന്തോഷമില്ലായ്മ, എല്ലാം ഉണ്ടായിട്ടൊരു സമാധാനക്കുറവ്. അതിനാ പറയുന്നത് ജീവനില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ, കോടികൾ സ്വത്തുള്ളവരുടെ ജീവിതത്തിലും സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആർക്ക് ഈ സന്തോഷം തരാൻ പറ്റും? പരിശുദ്ധാത്മാവിന് മാത്രം ഈ സന്തോഷം തരാൻ പറ്റും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഡോളറിന് തരാൻ പറ്റത്തില്ല, അത് കാശിന് തരാൻ പറ്റത്തില്ല, ഒരു ഗവൺമെന്റിനും തരാൻ പറ്റത്തില്ല. 9-ാമത്തെ അധ്യായത്തിൽ അതാ പറയുന്നത്. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റിൽ നിന്ന് നിഹതന്മാർ ജീവിക്കാൻ അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അതിന്റെ താഴോട്ടിനി ഞാൻ വായിക്കുന്നില്ല. അവരെ ശവക്കുഴി തുറന്ന് കയറ്റിയെന്നാ പറയുന്നു ഇസ്രായേൽ മക്കളെ. പക്ഷെ അത് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവവചനത്തിന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു ഇന്ന് ഈ സൂം മീറ്റിംഗ് ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം, ദൈവവചനത്തെ നിങ്ങൾ പ്രവചിക്കണം. ദൈവവചനത്തെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അന്നേരം പരിശുദ്ധാത്മാവ് അതിന്മേൽ വന്ന് പ്രവർത്തിക്കും. ഈ പ്രവാചകന്മാരെല്ലാം പ്രവചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ദൈവവചനത്തെ അവർ പ്രവചിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ കഴിവല്ല അവിടെ നടക്കുന്നത്. പരിശുദ്ധ ആത്മാവ്, ജീവനുള്ള ആത്മാവ് വന്ന് പരിവർത്തിച്ചുകൊള്ളും. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. എങ്ങനെയായിരിക്കണം ഒരു ദൈവ പൈതലിന്റെ നാവ്, എങ്ങനെയാണ് പവർഫുൾ ആവണമെന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇരമ്യാവിന്റെ പ്രവചനം 15-ാം അധ്യായം 19ഉം 20ഉം നിങ്ങളുടെ എല്ലാവരുടെ വീടിന്റെ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിലാണ് നിങ്ങൾ എഴുതിയിട്ടോണം കേട്ടോ. എന്നും നിങ്ങൾ അത് വായിക്കേണ്ട ഒരു വാക്യമാണ്. ഇരമ്യാവ് 15-ന്റെ 19ഉം 20ഉം. അതിനകത്ത് അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെരമ്യാ പ്രവാചകൻ ദൈവം ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പം യെരമ്യാവ് പോയി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നശിപ്പിക്കില്ല എന്ന് പറയുമ്പം യഹോവയായ ദൈവം കൊടുക്കുന്ന ആൻസർ, യെരമ്യാവെ ഞാൻ നിന്നെ നശിപ്പിക്കത്തില്ല. അങ്ങനെ യെരമ്യാവ് ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങൾ യെരമ്യാവ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിൽ യെരമ്യാവിനോട് പ്രവാചകനോട് ദൈവം പറയുക, ഞാൻ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ, ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നതാണ് 19-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. അപ്പൊ ഈ വാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങൾ ആരുടെ മേലെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയത്തിൽ പോകുമ്പോഴും ആർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇതായിരിക്കണം നിങ്ങളുടെ ആധാരം. കാരണം നമ്മൾ ദൈവത്തിലോട്ട് തിരിഞ്ഞ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ച, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സ്തോത്രം പറയുന്ന വായും കൊണ്ട് ശാപം പറയില്ല, സ്തോത്രം പറയുന്ന വാക്കുകൊണ്ട് അസൂയ പറയില്ല, സ്തോത്രം പറയുന്ന നാവ് കൊണ്ട് പരദൂഷണം പറയില്ല, ഇങ്ങനത്തെ അധമമായത് പാപം പറയില്ല, അനാവശ്യമായ തമാശകൾ പറയില്ല, ലോകപ്രകാരമുള്ള വാക്കുകൾ പറയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ
ഉത്തമമായത് പ്രസ്താവിച്ച നീ ദൈവത്തിന്റെ വായ പോലെ ആകുമെന്ന് ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന. ഇതിനെക്കുള്ള തെളിവൊന്നും തരേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ സൃഷ്ടിക്കാനുള്ള കഴിവിനെ ദൈവം തന്നു. നിങ്ങളുടെ സാമ്പത്തികത്തെ സൃഷ്ടിക്കാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ സൃഷ്ടിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സൃഷ്ടിക്കുവാൻ ദൈവം ഇതിന്മേൽ അധികാരം തന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, യെഹെസ്കേൽ പ്രവചനത്തിലൂടെ, യിരെമ്യാ പ്രവചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നാവിന്മേൽ ഇത്രയ്ക്ക് അധികാരമുണ്ടെന്ന്. അപ്പം ഇന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ പ്രവാചകനും പ്രവാചികയുമാകുക, നിങ്ങളുടെ മക്കളുടെ പ്രവാചകനും പ്രവാചികയുമാകുക, നിങ്ങളുടെ സഭയുടെ, നിങ്ങളുടെ കൂട്ടായ്മയുടെ, നിങ്ങളുടെ ദേശത്തിന്റെ പ്രവാചകനും പ്രവാചകയുമാകുക. ഒറ്റയൊരു കാര്യം, അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വായ ദൈവത്തിന്റെ വാ പോലെയാകും. നീ അവരുടെ പക്ഷം ചേരുകയില്ല, അവർ നിന്റെ പക്ഷം ചേരും. അതായത് നിങ്ങൾ ജാതികളിലോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല, അവർ ദൈവത്തിലോട്ട് തന്നെ വന്നുകൊള്ളും. കർത്താവ് ഈ വാക്കുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്കിതിന് അവസരം തന്ന സിസ്റ്ററിനോടും ഡെന്നിസ് ബ്രദറിനോടും ഈ കൂട്ടായ്മകളും നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വേല, കർത്താവിന്റെ വരവ് വരെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്ന പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സിസ്റ്റർ. ഓവർ ടു യു.